നമസ്തേ. എം.വി. ഗോവിന്ദന് ബോധോദയം. സംസ്ഥാന സർക്കാരും സഖാക്കളും തിരുത്തണമെന്ന CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. അടിസ്ഥാന വിഭാഗങ്ങൾക്ക് അതൃപ്തി ഉണ്ടാക്കിയ എല്ലാ നടപടികളും തിരുത്തണം. പെൻഷൻ മുഴുവൻ കൊടുക്കണം, കുടിശ്ശിക മുഴുവൻ കൊടുക്കണം, സർക്കാർ മുൻഗണന തീരുമാനിച്ച് എല്ലാം നടപ്പിലാക്കണം, ആനുകൂല്യങ്ങളെല്ലാം വിതരണം ചെയ്യണം, ഫലപ്രദമായ ശുദ്ധീകരണം തന്നെ നടത്തണം, അതിനായുള്ള ഇടപെടൽ വേണം എന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ഫലപ്രദമായ ശുദ്ധീകരണം നടത്തണം. ഈ ശുദ്ധീകരണം കൊണ്ട് എന്താണാവോ ഏമാൻ ഉദ്ദേശിച്ചത്? മെയിൻ പോയിന്റ് ഇതൊന്നുമല്ല. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നും കരകയറുന്നതിനായി CPM വിശ്വാസി സമൂഹത്തെ കൂടുതൽ അടുപ്പിച്ചു നിർത്താൻ പോകുകയാണത്രേ. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച കൂടുതൽ പ്രവർത്തനങ്ങളിലേക്കാണത്രേ CPM കടക്കുന്നത്. ഇക്കാര്യം വ്യക്തമാക്കി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് RSSും BJPയും വളരുന്നത് തടയാനാണ് CPM ശ്രമം എന്നാണ് സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാകുന്നത്. ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വിശ്വാസികളുടേതാകണം എന്ന് എം.വി. ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. വിശ്വാസികളോടൊപ്പം നിൽക്കുന്നതാണ് ഇടതുപക്ഷ നിലപാടത്രേ. എന്നാലും ആ വിശ്വാസികളോടൊപ്പവും ഞങ്ങൾ നിൽക്കും കേട്ടോ. ഈ വർഗീയവാദിക്ക് വിശ്വാസമില്ല എന്ന വിശ്വാസി വർഗീയവാദിയും അല്ല അത്രേ. വിശ്വാസത്തെ വർഗീയവാദി ഉപകരണമാക്കുകയാണ്. ആരാണോ ഇവരുടെ കണ്ണിലെ ഈ വർഗീയവാദി? ഒന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളായിരുന്നു. എല്ലാ ആരാധനാലയങ്ങളും വിശ്വാസികൾ കൈകാര്യം ചെയ്യണം, RSS അല്ല കൈകാര്യം ചെയ്യേണ്ടതെന്ന് എം.വി. ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചു. മനസ്സിലായല്ലോ അല്ലേ മുമ്പ് പറഞ്ഞ ആ കാര്യം? കഴിഞ്ഞില്ല. മെയിൻ പോയിന്റ് ഇതാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ വിശ്വാസികളായ സമൂഹം ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യട്ടെ എന്ന് എം.വി. ഗോവിന്ദൻ. കൊള്ളാം. അവിടെ കമ്മ്യൂണിസ്റ്റുകാരും അല്ലാത്തവരുമായ വിശ്വാസികളായ സമൂഹം ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് വരണമെന്ന്. വിശ്വാസം ഉപയോഗിച്ച് ചടുപുടൂന്ന് കളിക്കുന്ന RSS അല്ല ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ വിശ്വാസികളുടെ കയ്യിൽ ആരാധനാലയങ്ങൾ വരണമെന്നാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നതെന്നും എം.വി. ഗോവിന്ദൻ അങ്ങ് വ്യക്തമാക്കി കൊടുത്തു. നന്നായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഈ പറഞ്ഞ ആരാധനാലയങ്ങളുടെ അവസ്ഥ പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞു വേണ്ടല്ലോ, നമ്മുടെ കേരള ജനതയ്ക്ക് അറിയാൻ. ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നാ മതി. ഇതുവരെ ചെയ്തതൊന്നും പോരാ അല്ലേ എന്റെ ഗോവിന്ദ? നിങ്ങളുടെ ഹിന്ദു അനുകൂല നിലപാടൊക്കെ എല്ലാവർക്കും അറിയാം സഖാവേ. ഹരഹരോ ഹരഹര.